ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പാറു ഇറങ്ങിപ്പോയതിൽ വലിയ സന്തോഷം ശിവാനിക്കാവാണ് കേട്ടോ. എന്നാലും കൂടിയിട്ട് തനിക്കത് സന്തോഷമില്ലാത്ത രീതിയിൽ അങ്ങ് കാണിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ശിവാനി നേരെ പോകുന്നത് വസുന്ധരയുടെ അടുത്തോട്ടാണ് കേട്ടോ. എന്നിട്ട് വസുന്ധരയോട് പറയണേ, അല്ല ആൻറ്റി, പാറു ആൻറ്റി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതിൽ നമുക്ക് തിരികെ വിളിച്ചു കൊണ്ടുവരണ്ടേ? എന്തായാലും നിധിയുടെയും ഗൗതമിൻ്റെയും കൂടെ അവരെ നിർത്തുന്നത് ശരിയല്ലല്ലോ, നമുക്ക് വിളിച്ചു കൊണ്ടുവരണ്ടേ എന്ന് പറഞ്ഞ ഉടനെ തന്നെ ആര് കൊണ്ടുവരുന്നു അവർ എന്നെ വേണ്ടെന്ന് വെച്ച് നിധിയുടെയും ഗൗതമിൻ്റെയും കൂടെ നിൽക്കാൻ അവർ തയ്യാറായെങ്കിൽ തീർച്ചയായും അവിടെ തന്നെ നിൽക്കട്ടെ, എങ്കിലാണ് അവരൊരു പാഠം പഠിക്കത്തുള്ളൂ. ഇവിടെ എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടി ജീവിച്ചിട്ട് അവർക്ക് അവിടെയാണ് ഇഷ്ടമെങ്കിൽ അങ്ങോട്ടേക്ക് പോട്ടെ എന്നുള്ള വാക്കുകളൊക്കെ ആയി കേട്ടോ. അപ്പോൾ ഈ സമയം ശിവാനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമാവാണ്. താൻ ഇനി ഒരിക്കലും പാറു ഇങ്ങോട്ടേക്ക് വരുന്നുള്ള പ്രതീക്ഷ ഇല്ലല്ലോ, ആരെങ്കിലും കൂട്ടിക്കൊണ്ടുവരുമെന്നൊരു പേടിയുണ്ടായിരുന്നു. അത് താനങ്ങ് വസുന്ധരയോട് ചോദിച്ചിട്ട് അതിനൊരു തീരുമാനം എടുത്തു കേട്ടോ. പിന്നീട് പിറ്റേ ദിവസം രാവിലെയാണ് വസുന്ധരയും ശിവാനിയും കൂടി ഓഫീസിലോട്ട് ചെല്ലാണ്. ഈ സമയം ഓഫീസിൽ ചെല്ലുമ്പോൾ വസുന്ധരയുടെ പണി, ശിവാനിയാണെങ്കിൽ ശിവാനിയുടെ പണി. അപ്പോൾ ആ സമയം വസുന്ധരയുടെ ക്യാബിനിലോട്ട് ശിവാനി കയറി വരികയാണ്. എന്താ എന്ന് ചോദിക്കുമ്പോൾ തന്നെ വസുന്ധരയോട് പറയണേ, ആൻറ്റി ഇത് ഇന്ന കമ്പനിയുടെ ഫയലാണ്, ഇതൊന്ന് ഒപ്പിട്ട് തരണം. ശരി എന്ന് പറഞ്ഞിട്ട് അത് ഒപ്പിട്ടിട്ട് വസുന്ധര എന്നാൽ പോയിക്കോ, ഞാൻ എൻ്റെ പണി തുടങ്ങട്ടെ എന്ന് പറഞ്ഞ് വസുന്ധര ധൃതിപ്പെട്ട് തന്നെ കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയമാണ് കുറച്ചൊരു 10 മിനിറ്റ് പോയിട്ടും ആയിട്ടില്ല ശിവാനി പോയിട്ട്. അപ്പോഴേക്കും ശിവാനി തിരികെ വരികയാണ്. ഇതാ ആൻറ്റി, ഈ ഒരു ഫയലിലും കൂടി ഒപ്പിടണം. എന്താ ഇത് അയക്കാനുള്ള വേറൊരു കമ്പനിയുടെ ഫയലാണ്. ഇതൊക്കെ ഇപ്പോൾ പ്രണവ് വരാത്തത് കൊണ്ട് തന്നെ മേശപ്പുറത്ത് ലോഡാണ്, അതുകൊണ്ട് കൊണ്ടുവന്നതാണ്. ശരി, അതങ്ങ് ഞാൻ ഒപ്പിട്ട് തരാമെന്ന് പറയാനിട്ട് അങ്ങനെ അത് ഒപ്പിട്ട് കൊടുത്ത്. അങ്ങനെ ശിവാനി വസുന്ധര പണി ചെയ്യാനങ്ങ് സമ്മതിക്കില്ല, വസുന്ധരയുടെ ആ ജോലി തീർക്കാൻ സമ്മതിക്കില്ല. 2-3 പ്രാവശ്യമായിട്ട് ശിവാനി ഇങ്ങനെ കയറി വരുമ്പോൾ ശരിക്കും വസുന്ധരക്ക് ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ. അങ്ങനെ വസുന്ധര ലാപ്പിൽ അങ്ങ് തൊടുമ്പോഴേക്കും ശിവാനി വീണ്ടും കയറി വരികയാണ്. പിന്നീട് ശിവാനി വരുന്നത് ഒരു കെട്ട് ഫയലുമായിട്ടാണ് കേട്ടോ. ആൻറ്റി, ഇതെല്ലാം ഒന്ന് ഒപ്പിട്ട് തന്നെ. അത് കേൾക്കുന്ന വസുന്ധരക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. എന്താ ശിവാനി, എൻ്റെ വർക്ക് എനിക്ക് ചെയ്യാൻ നീ സമ്മതിക്കില്ലേ? വന്നത് മുതൽ തുടങ്ങിയതാലോ ഓരോ പേപ്പറുകളിൽ ഒപ്പിട്ട് തരണമെന്ന്. എൻ്റെ ആൻറ്റി, എനിക്ക് ഒപ്പിടാൻ കഴിയുമെങ്കിൽ ഞാൻ ഒപ്പിട്ടിരുന്നിരുന്നില്ലേ? കാരണം ഞാൻ പ്രണവിൻ്റെ ഭാര്യയാണ്. പ്രണവിനോ ഒന്നുകിൽ ഗൗതമിനോ അല്ലെങ്കിൽ വസുന്ധര ആൻറ്റിക്കോ മാത്രമാണ് ഈ കമ്പനിയിലെ എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ പല കമ്പനികളുടെയും ഫയൽ ഒപ്പിടാതെ മേശപ്പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ അതിനൊരു തീരുമാനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 3 പേരും ഒപ്പിട്ട് തരണം. അപ്പോൾ പ്രണവില്ലാത്ത സ്ഥിതിക്കും ഗൗതമില്ലാത്ത സ്ഥിതിക്കും ഇവിടെ ആകെയുള്ളത് ആൻറ്റിയല്ലേ, അപ്പോൾ ആൻറ്റിയല്ലേ ഒപ്പിട്ട് തരേണ്ടത്. അത് കേൾക്കുന്നതിനോടുകൂടി വസുന്ധരയെ പെട്ടെന്ന് മാനേജർ വിളിക്കാൻ കേട്ടോ. മാനേജർ ഒന്നിങ്ങ് വന്നേ എന്ന് പറയണേ. അപ്പോൾ വസുന്ധരയാണെങ്കിലോ ഭയങ്കര ധൃതിപ്പെട്ട് ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ തന്നെ മാനേജർ എന്താ എന്ന് ചോദിക്കുമ്പോൾ, അതെ, ഈ ഒപ്പിടുന്ന ഈ കാര്യങ്ങളെല്ലാം ഇനി പ്രണവ് ചെയ്ത പോലെ അതിനുള്ള അധികാരം കൂടി ശിവാനിക്ക് കൊടുത്തേക്ക് എന്ന് പറയണം കേട്ടോ. ഇതങ്ങ് കേൾക്കുമ്പോൾ ശിവാനിക്ക് വലിയ സന്തോഷമാവുകയാണ്, പറയാൻ വാക്കുകളില്ല. അത്രയും സന്തോഷവതിയായി ശിവാനി ഇങ്ങനെ ചിരിച്ചും കൊണ്ട് നിൽക്കണം. അപ്പോൾ ആൻറ്റി, അത് പിന്നെ പ്രണവ് വരുമ്പോൾ അപ്പോൾ ബാക്കി കാര്യം ഞാൻ തീരുമാനിച്ചോളാം. ഇപ്പം ഞാൻ പറയുന്നത് അങ്ങ് ചെയ്യേ. ഈ ഒരു കാര്യങ്ങളെല്ലാം ശിവാനിക്ക് വിട്ടുകൊടുക്കുക. കാരണം ഇപ്പോൾ ശിവാനിയാണല്ലോ ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കുന്നത്. എനിക്കാണെങ്കിൽ എൻ്റെ ജോലി ചെയ്യാനും പറ്റത്തില്ല. ഇവളിങ്ങനെ ഒപ്പിനായിട്ട് ഓരോ ഫയലുമായി വന്നു കഴിഞ്ഞാൽ ഈ ഫയലിൽ ഒപ്പിടാനുള്ള സമയം മാത്രമേ എനിക്കുണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് ഇവൾക്ക് നമ്മുടെ കമ്പനിയിലെ വേറൊരാളോട് പറഞ്ഞത് ശരിയാക്കുമെന്ന് പറയണ്ട. അങ്ങനെ അയാൾ പോന്നു, മാനേജർ പോന്നു. പിന്നീടാണെങ്കിൽ ശിവാനി ഇങ്ങനെ ചിരിക്കുകയാണ്. ഈശ്വര, എന്തൊരു ഭാഗ്യമാണ് എനിക്ക്. ഞാൻ ഒറ്റയ്ക്ക് എല്ലാം കൈകാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതെല്ലാം എൻ്റെ കൈകളിലോട്ട് എത്തിച്ചേരുന്നു. ഞാൻ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, എല്ലാം എൻ്റെ കൈകളിലോട്ട് എത്തിപ്പെടുന്നുണ്ടല്ലോ. ഇത് വല്ലാത്തൊരു അത്ഭുതം എന്നൊക്കെ പറഞ്ഞ് ശിവാനി ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ സമയം ഗൗതമിനെയാണ് കാണിക്കുന്നത്. ഗൗതമാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ടെൻഷൻ അടിച്ച് നിൽക്കുക. അപ്പം നിധി വന്നിട്ട്, എന്താ ഗൗതം നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുക, എന്താന്ന് ഗൗതമിന് പറ്റിയേ? ഒന്നുമില്ല. അപ്പോഴേക്കും പാറു അവിടെ എത്തുന്നുണ്ട് കേട്ടോ. എന്താ മോനെ നിനക്ക് ഇത്ര വല്ലാത്ത ടെൻഷൻ? ഒന്നുമില്ല. അപ്പോഴാണ് കേട്ടോ ഗൗതം പെട്ടെന്ന് തൻ്റെ ഫോൺ എടുത്ത് പ്രണവിന് വിളിക്കുന്നത്.
പ്രണവ് നീ എവിടെയാണെന്ന് ചോദിക്കാണ്. അത് കേൾക്കുന്ന പ്രണവ് പറഞ്ഞു, ഞാൻ വീട്ടിലുണ്ട്. എന്താ നീ ഓഫീസിലൊന്നും പോകുന്നില്ലേ? ഞാനെന്തിനാ ഏട്ടാ ഓഫീസിൽ പോകുന്നത്? അത് കേട്ട ഉടനെ എന്താടാ നീ പറയുന്നത്? നമ്മുടെ കമ്പനിയുടെ കൈകാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നീയല്ലേ? നീയോ ഞാനോ ആയിരുന്നല്ലോ, ഇപ്പം നീയല്ലേ നോക്കി നടത്തുന്നത്. അപ്പം നീ പോവാതിരുന്ന കാര്യങ്ങൾ ശരിയാവുമല്ലോ. അതിനല്ലേ ഇപ്പോൾ വസുന്ധര ആൻറ്റി എൻ്റെ ഭാര്യ ശിവാനിയൊക്കെ കൊണ്ടുപോയിരിക്കുന്നത്. എടാ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നമ്മുടെ കമ്പനിയെ തകർക്കാനേ അവരെ കൊണ്ട് കഴിയത്തുള്ളൂ. നമ്മുടെ കമ്പനിക്കുണ്ടായ ആ പേരുകളെല്ലാം നഷ്ടപ്പെടും. എന്തിന്? പൈസയുടെ ഇടപാട് കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ കൈകാര്യം ചെയ്താൽ തീർച്ചയായും എന്തെങ്കിലും ഒരു അപാകത വന്നു കഴിഞ്ഞാൽ പിന്നെ കമ്പനി ഒരിക്കലും പടുത്തുയർത്താൻ നമ്മളെക്കൊണ്ട് കഴിയില്ല. അത് കേൾക്കുന്ന പ്രണവരുടെ എന്താ ഏട്ടന് ഇതറിയുന്ന കാര്യമില്ലേ? ഏട്ടന് ഇതൊക്കെ അറിയാമെങ്കിൽ ഏട്ടൻ ഈ കമ്പനി എന്തിനു വിട്ടുപോകണം? ഏട്ടന് വേണ്ടാത്ത കമ്പനി എനിക്കെന്താ? എനിക്ക് എൻ്റെ കുടുംബമാണ് ഏറ്റവും വലുത്. എനിക്ക് എൻ്റെ അച്ഛൻ, അമ്മ, എൻ്റെ അനിയത്തി, എൻ്റെ ഏട്ടൻ, അതൊക്കെയാണ് എൻ്റെ കമ്പനി. ഏറ്റവും വലുത് എനിക്കതാണ്. അവരെല്ലാം ഒത്തുചേരുന്ന ആ നിമിഷം മാത്രമാണ് ഞാൻ ആ കമ്പനിയിലോട്ട് പോകത്തുള്ളൂ എന്ന് പറയണ്ട. ഇത് കേൾക്കുന്ന ഗൗതമിന് ദേഷ്യം പിടിക്കണം. ഏട്ടാ പ്രണവൻ, നീ വെറുതെ എന്നെ വാശി കയറ്റാതെ. ഏട്ടൻ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ പോവത്തില്ല. കാരണം ഞാൻ പോകുന്നുണ്ടെങ്കിൽ എൻ്റെ ഏട്ടൻ ഈ കമ്പനിയിലോട്ട് തിരികെ വരണം, എങ്കിൽ മാത്രം ഞാൻ പോകുമെന്ന് പറയാനേട്ടാ. ഇത് കേൾക്കുമ്പോൾ ഇങ്ങനെ ഗൗതമിന് ടെൻഷനാവാണ്. അതും പറഞ്ഞ് പ്രണവ് ഫോണ് കട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ താൻ ഇനി എന്താ ചെയ്യുക? തൻ്റെ തീർച്ചയായും വസുന്ധരയും ഒരു കള്ളിയാണ്, അതുപോലെ തന്നെ ഈ പറയുന്ന പ്രണവിൻ്റെ ഭാര്യ ശിവാനി, അവർ രണ്ടുപേരെയും വിശ്വസിക്കാൻ പറ്റില്ല എന്നിങ്ങനെ ഗൗതം മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്. അപ്പോഴാണ് ഇതൊക്കെ കേട്ടിട്ട് അവിടെ പാറു നിൽക്കുന്നത്. അപ്പോൾ പാറു പറയണേ, എടാ എൻ്റെ മനസ്സിൽ തോന്നുന്ന അതേ അഭിപ്രായം നിനക്കും തോന്നിയില്ലേ? നീ എന്തായാലും പേടിക്കുന്നു. ഇപ്പോൾ കമ്പനി തകർച്ചയിലോട്ട് പോകുന്നുള്ള പേടി നിന്നിൽ വന്നു തുടങ്ങിയില്ലേ? അത് കേൾക്കുന്ന ഗൗതം, ശരിയാണ് അമ്മേ, ഇനി എന്താ ചെയ്യുകയെന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും നീ ചെയ്യണം. നീ തിരികെ വരണടാ. നീ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയെയും നമ്മുടെ വീടിനെയും ഒക്കെ നിനക്ക് രക്ഷിച്ചെടുക്കാൻ കഴിയും. അമ്മേ, അതൊന്നും എന്നെക്കൊണ്ട് കഴിയത്തില്ല. അതൊക്കെ കഴിയൂടാ, നീ തിരികെ വരണം. അല്ലെങ്കിൽ വസുവും ശിവാനിയും കൂടി നമുക്കുണ്ടാക്കി വെക്കുന്ന ചീത്തപ്പേരുകൾ അത് പറയാൻ പറ്റത്തില്ല. അത്രയും വലിയ ചീത്തപ്പേരുകളായിരിക്കും ഉണ്ടാക്കുക എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ വാക്കുകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ ഗൗതം എന്തൊക്കെ ചിന്തിക്കുകയാണ്. ഗൗതമിന് ടെൻഷൻ വരികയാണ്. ഇത്രയും കാലം ഇവിടെ തൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ തൻ്റെ അനിയനെങ്കിലും ഉണ്ടായിരുന്നു. തൻ്റെ കമ്പനി ഒരിക്കലും ഒരു താഴ്ചയിലോട്ട് പോവില്ല എന്നുള്ള ആ ഒരു തോന്നലായിരുന്നു. അതെല്ലാം നഷ്ടത്തിലോട്ട് പോകാമെന്നറിയുമ്പോൾ ഗൗതമിന് ഭയങ്കര വിഷമമാവാണ് കേട്ടോ. അങ്ങനെ പിന്നീടാണെങ്കിലോ ഇങ്ങനെ ശിവാനിയാണ് കാണിക്കുന്നത്. ശിവാനി ഇങ്ങനെ ലോഡുകൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ശിവാനി പെട്ടെന്ന് അവിടോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഇതെന്താ ഈ കമ്പനി ലോഡ് ഇറക്കുന്നത്? ഇത് ഞങ്ങൾ സ്ഥിരമായിട്ട് ഈ കമ്പനിക്കുള്ള സാധനങ്ങൾ ഞങ്ങളാണ് ഇറക്കാറ്. അത് പറ്റത്തില്ല, നിങ്ങളെയൊക്കെ ചീപ്പ് റേറ്റിന് ആളുകൾ തരുന്നുണ്ട്. അപ്പോഴേക്കും അവിടുത്തെ മാനേജർ ഓടി എത്തണം കേട്ടോ. അയ്യോ കുട്ടി, ഈ കമ്പനിയിൽ നിന്നാണ് എല്ലാ സാധനങ്ങളും വാങ്ങുന്നത്, അതുകൊണ്ട് തന്നെ ഈ കമ്പനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇവരുമായിട്ടുള്ള ഗൗതം സാർ ഉള്ള സമയത്ത് ഇവിടെ ഇപ്പോൾ ഗൗതമല്ല ഉള്ളത്, ഇവിടെ ഇപ്പോൾ ശിവാനിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോഴേക്കും ഈ കൊണ്ടുവരുന്ന ആ സ്റ്റാഫുകളുണ്ടല്ലോ, അവരുടെ ആ മാനേജറും കാര്യങ്ങളും ഉണ്ടല്ലോ വേറൊരു കമ്പനിയുടെ, അവർക്ക് പേടിയാവാണ്. ഗൗതം ഈശ്വരമംഗലം ഗ്രൂപ്പുമായുള്ള ആ ടൈപ്പ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും പ്രശ്നമാണ്. അപ്പോൾ അവർ പറയണേ, മാഡം ഞങ്ങളുടെ കഞ്ഞിക്ക് പ്രശ്നം ഉണ്ടാക്കല്ലേ, പ്ലീസ് മാഡം, ദയവ് ചെയ്ത് മാഡം ഈ ഒരു ഇതൊക്കെ എടുക്ക്. അപ്പോൾ ശരി, ഞാൻ നിങ്ങളുടെ സാധനങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പഴയതുപോലെ ഗൗതമുമായി പോകണമെന്നുണ്ടെങ്കിൽ, ഗൗതമിനെയും പോലെ ഒരു പൊട്ടിയല്ല ഞാൻ, ചീപ്പ് വിലക്കൊന്നും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരണം നിർബന്ധമില്ല. പക്ഷേ നിങ്ങൾക്ക് ചെയ്തു തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊരു കമ്മീഷൻ തരാൻ തയ്യാറാണോ? കമ്മീഷൻ തന്നാൽ മാത്രം ഈ ഒരു ഗൗതം ചെയ്തു വെച്ച ടൈപ്പിലൂടെ ഇനി കാര്യങ്ങൾ നീക്കാമെന്ന് പറയാം കേട്ടോ. അത് കേൾക്കുന്ന അവർ ശരിയെന്ന് പറയണേ. എന്നാൽ ഇത് കേൾക്കുന്ന ആ മാനേജർക്ക് സങ്കടമാവണേ. എത്രമാത്രം ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഗൗതം ഈ കമ്പനി വളർത്തിയെടുത്തത്, ആ കമ്പനിയാണ് നശിപ്പിക്കാൻ നോക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ, ശിവാനിയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അയാൾ വെറുതെ ഇരിക്കില്ല കേട്ടോ. എന്നാൽ ശിവാനിക്കാണെങ്കിലോ വസുന്ധര എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാനുള്ള ആ ഒരു അവകാശം കൊടുത്തിരിക്കുകയാണ്. പക്ഷേ അത് വസുന്ധരയുടെ കാലിൽ ചുവട്ടിലെ മണ്ണാണ് ഒലിച്ചതെന്ന് വസുന്ധരയ്ക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ നല്ല പത്തിക്ക് വസുന്ധരയ്ക്ക് തന്നെ അത് ശിവാനി കൊട്ടുന്നുണ്ട്. ആ ഒരു റിവ്യൂ ഒക്കെ പറയാം കേട്ടോ.